ഞാനും അതേപോലെ എൻ്റെ വീട്ടിലുള്ളവരും ഇങ്ങനെ ബീഫ് വാങ്ങിയാണ്ട് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ ബീഫിൻ്റെ ഇറച്ചിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഫാറ്റിൻ്റെ പോർഷൻ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ചെറിയൊരു റബ്ബർ പോലെ ഉണ്ടാവും ആ ഒരു ഭാഗം ഫാറ്റിൻ്റെ. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ ഇത് വസലിറച്ചിയാണ്, ഇത് കഴിക്കേണ്ടെന്നുള്ള രീതിയിൽ ഒരു ബാഡ് സംഭവിക്കാണ്ട് മാറ്റി വെക്കലേന്. ഇറച്ചി മാത്രമുള്ള പീസിനായിരിക്കും എല്ലാവർക്കും വേണ്ടി വരിക, അതായിരിക്കും എല്ലാവർക്കും വേണ്ടി വരിക. അതേപോലെ തന്നെ ഈ ബീഫ് കുറച്ച് നേരം ചൂടാക്കാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയാണ്ട് കുറച്ച് നേരം ചൂടാക്കാതെ വെച്ച് കഴിഞ്ഞാൽ തണുക്കുമ്പോൾ അതിലുള്ള നെയ്യൊക്കെ കട്ട പിടിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു കുറേ തിന്നാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ അതിനൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഫാറ്റിൻ്റെ പോർഷനൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽ നല്ല ഇറച്ചി മാത്രം കഴിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്നാൾ കുടുംബക്കാരെ വീട്ടിലേക്ക് പോയപ്പോൾ അവരിങ്ങനെ പറയണ്ടായിരുന്നു, കുറച്ച് പ്രായമായൊരു താത്തയാണ്. അപ്പോൾ ഓല് ബീഫൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് കഴിക്കുക നമ്മളെ യങ് ഏജിലൊക്കെ, എന്നാലേ വലുതാവുമ്പോഴും അത് കഴിക്കാൻ പറ്റുള്ളൂ. അതിൽ ഭയങ്കര ഫാറ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കും ഒരു അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ പല അസുഖങ്ങൾക്കും കാരണമാവും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മൾ ഒരുവിധ ആൾക്കാരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് പറയുന്നത് ബീഫിലൊക്കെ ഉള്ള ഒരു നെയ്യും കാര്യങ്ങളൊക്കെ നമുക്ക് ഹേർട്ട് അറ്റാക്കിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നതാണ്, നമ്മളെ ആർട്ടറീസൊക്കെ ക്ലോഗ് ചെയ്യുന്ന സംഭവമാണെന്നൊരു ഇതുണ്ടാവും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവും എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ ഞങ്ങൾ ഓഫീസിൽ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരുത്തം ഇതേപോലെ പറഞ്ഞിരുന്നു, ബീഫ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിലത്തെ ആ ഫാറ്റിൻ്റെ പോർഷൻ, ആ ഒരു കൊഴുപ്പ്, നമുക്ക് ഇറച്ചിയാകുമ്പോൾ ഇറച്ചി വാങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിന് മനസ്സിലാവും, ഒരു വെള്ള അല്ലെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളറിലായിരിക്കും അതിൻ്റെ ഫാറ്റിൻ്റെ പോർഷൻ ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇറച്ചി മാത്രം കഴിച്ചാൽ മതി, അതല്ലെങ്കിൽ മറ്റേതെന്താവും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഈസ് ഇറ്റ് ആക്ച്വലി ട്രൂ? ഈ ഫാറ്റ് എന്ന് പറയുന്നത് ഇറച്ചിയിലൊക്കെ ഉള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ അൺകവറിങ് ഇൻ ദിസ് വീഡിയോ. If you don't know me, my name is Isham. I'm a self-improvement content creator. Fitness, diet, motivation, mindset, discipline, consistency, focus, ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ അധികൂടാറ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഡെക്കേഡുകളായിട്ട് കുറേ പണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു പോരുന്നൊരു സംഭവമാണ് ഈ ഒരു ഫാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കേടാണ്. ഫാറ്റ് ക്രോണിക് ഡിസീസുകളും ഹേർട്ട് അറ്റാക്കിനും കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫാറ്റ് ആക്കും എന്ന് ചില ആൾക്കാർക്ക് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആക്ച്വലി ഫാറ്റ് അല്ല നമ്മളെ ഫാറ്റ് ആക്കുന്നത്, ഇറ്റ്സ് ദ കാലറീസ്. അതിനിപ്പോൾ ചോറാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിലും അത് എന്താണെന്നുണ്ടെങ്കിലും, ഇഫ് വി ഈറ്റ് കാലറീസ് ഇൻ എക്സസ് ഓഫ് അവർ മെയിൻ്റനൻസ് ലെവൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളെ മെയിൻ്റനൻസ് കാലറി, ഒരാളുടെ ഡെയിലി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ ഒരാൾക്ക് ഒരു ദിവസം 2500 കാലറീസ് വേണമെന്ന് വിചാരിച്ചു. അയാൾ 2800 കാലറീസ് ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ആ ബാക്കി 200 അവിടെ സർപ്ലസ് എനർജിയാണ്, അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. സോ ദിസ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ്. ഇതാണ് ഫാറ്റ് ആക്കുന്നത്, അല്ലാതെ ഫാറ്റ് നേരെ ഫാറ്റ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യില്ല. ബട്ട് കാലറീസിൻ്റെ ഒരു അളവിൽ നോക്കുമ്പോൾ, കാർബിനെയും പ്രോട്ടീനെയും വെച്ച് നോക്കുമ്പോൾ അതിന് ഏകദേശം പെർ ഗ്രാമിൽ 4 കാലറീസാണ് വരുന്നുണ്ടെങ്കിൽ ഫാറ്റിൽ പെർ ഗ്രാമിൽ 9 കാലറീസ് വരുന്നുണ്ട്. കാലറിയിൽ ഫാറ്റ് കുറച്ച് കൂടുതലാണ്. അത് കരുതി ഫാറ്റ് കഴിച്ചു എന്നിത് നിങ്ങൾ ഫാറ്റ് ആവും അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നില്ല. സർപ്ലസിൽ കഴിക്കുമ്പോൾ ഫാറ്റായി സ്റ്റോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദാറ്റ് ഈസ് ട്രൂ. ബട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഫാറ്റ് മാറ്റിയിട്ട് ആ ലീൻ മാത്രം കഴിക്കേണ്ട ആവശ്യം ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഫാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫുഡിലും ഫാറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. കാരണം നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രീസ് നമ്മളെ ഹുക്ക് ചെയ്ത 3 ഇൻഗ്രീഡിയൻസിൽ മെയിൻ സംഭവം ഒന്ന് ഷുഗർ, പിന്നൊന്ന് സാൾട്ട്, പിന്നൊന്ന് ഫാറ്റാണ്. അതായത് ഈ ബർഗർ അങ്ങനത്തെ ഒക്കെ ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ അതിൽ നല്ല രീതിയിൽ ആ ഒരു മൗത്തിലൊരു നല്ലൊരു സൂത്തിങ് ഫീൽ കിട്ടുമല്ലോ ഈ ചീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. മെയിനായിട്ട് ഫാറ്റിൻ്റെ ടേസ്റ്റിനല്ല അതിൽ ആഡ് ചെയ്യുന്നത്, ആ ഒരു മൗത്തി ഫീലിനാണ്, ആ ഒരു സ്ലൈമി ഫീലിന് വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫാറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിന്, അതുപോലെ കൊളസ്ട്രോളിനൊക്കെ, നമുക്ക് മുട്ടയിൽ നിന്നും അതുപോലെ ബീഫിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു ഫാറ്റിന് ഒരുപാട് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിക്കും വേണ്ട ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഈ 70s 80s അന്ന് കുറേ സ്റ്റഡീസ് വന്നത്, അല്ലെങ്കിൽ സ്റ്റഡീസ് വരുത്തിയത് ഈ ആൾക്കാർ സീഡ് ഓയിലുകൾക്കും മറ്റു പ്രോസസ്ഡ് ഫുഡുകളിലേക്കും മാറി വരുന്ന സംഭവം. പ്രോസസ്ഡ് ഫുഡുകൾ ഇൻഡസ്ട്രിയിൽ പാക്കഡ് ഐറ്റംസും പല ടൈപ്പ് ഡ്രിങ്ക്സുകളും പല ടൈപ്പ് പ്രോസസ്ഡ് ഫുഡുകളും ജങ്ക് ഫുഡുകളും ഇൻഡസ്ട്രിക്ക് വരുന്ന ടൈമാണ്. അപ്പോൾ ഈ ടൈമിൽ അതിലേക്ക് ആൾക്കാരെ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ നല്ല ഫുഡുകൾ, ഹോൾ ഫുഡുകൾ, ബീഫും അങ്ങനത്തെ സംഭവങ്ങൾ, അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന നല്ല കൊളസ്ട്രോൾ, നമ്മുടെ ബ്ലഡിലുള്ള ബാഡ് കൊളസ്ട്രോൾ അല്ല, ഫുഡിൽ നിന്ന് കിട്ടുന്ന കൊളസ്ട്രോൾ, അതായത് നമ്മളെ സെല്ലിൻ്റെ ഫംഗ്ഷനൊക്കെ അത്യാവശ്യമായിട്ടുള്ള, നമ്മളെ ബ്രെയിനൊക്കെ വേണ്ട, നമ്മളെല്ലാ സംഭവത്തിനും വേണ്ട, നമുക്ക് ടെസ്റ്റോസ്റ്ററോണൊക്കെ ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ടുള്ള
ആ കൊളസ്ട്രോൾ, ഫുഡിൽ നിന്ന് കിട്ടുന്ന കൊളസ്ട്രോൾ അത് ബാഡാണ്. മീറ്റിൽ നിന്ന്, എഗ്ഗിൽ നിന്ന്, അതുപോലെ സാൽമൺ ഇതിനൊക്കെ വരുന്ന ഫാറ്റി ഫിഷിലൊക്കെ ഉണ്ടാകുന്ന നല്ല ഫാറ്റ് ബാഡാണെന്നൊക്കെയുള്ള കാര്യം ഇങ്ങനെ വന്നത് ആ ഒരു ടൈമിലാണ്, 70s 80s ഈ ഒരു പ്രോസസ്സഡ് ഫുഡിലേക്ക് ആൾക്കാർ കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഔട്ട്ഡേറ്റഡ് സയൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ അത് റെഡി ആയിട്ടില്ല. പുറത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കുറച്ചുകൂടി ഇപ്പോൾ അവെയറായി വരുന്നുണ്ട്. നമുക്ക് മീറ്റിൽ നിന്ന് കിട്ടുന്ന ഫാറ്റും അതുപോലെ ബട്ടർ, ഗീ, മിൽക്കിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ് ഇതൊക്കെ നല്ല സംഭവങ്ങളാണ്. പക്ഷേ കാലറിയിൽ എക്സസ് ആയി കഴിഞ്ഞാൽ അത് എന്താവും, ഫാറ്റായി സ്റ്റോർ ചെയ്യും. അത് ഉള്ള കാര്യമാണ്. അത് ഏത് സംഭവമാണെങ്കിലും ഉള്ള സംഭവം ഫാറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് മാത്രം കഴിക്കുക എന്നുള്ളൊരു ഇതിൽ നിന്ന് ഇപ്പോൾ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ആക്ച്വൽ കൾപ്രിറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഹാർട്ട് അറ്റാക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ആർട്ടറീസ് ക്ലോഗ് ചെയ്യണതും മറ്റ് ക്രോണിക് ഡിസീസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഡയബറ്റീസിലൊക്കെ മെയിൻ ആളെന്ന് പറയുന്നത് കൾപ്രിറ്റ് എന്ന് പറയുന്നത് ഈ ഫാറ്റുകളല്ല. ഫാറ്റുകൾ തന്നെയാണ്, പക്ഷേ ഈ ഫാറ്റുകളല്ല. ഇത് omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ തരുന്ന സംഭവങ്ങളാണ്. പക്ഷേ വേറൊരു സംഭവമുണ്ട്, omega-6 കൂടുതൽ തരുന്ന, നമ്മുടെ ശരീരത്തിൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന, നമുക്ക് ക്രോണിക് ഡിസീസിലേക്കും ഡയബറ്റീസിലൊക്കെ നയിക്കുന്ന ആൾക്കാർ. സീഡ് ഓയിൽസും അതുപോലെ പ്രോസസ്സഡ് ഫുഡുകളും ഇവരാണ് ശരിക്കും പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളെ നാച്ചുറൽ ഫുഡുകളെ, ഹോൾ ഫുഡുകളെ ബ്ലെയിം ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും, അത് കഴിക്കുന്നത് കുറച്ചാണ്ട് കൂടുതൽ പാക്കഡ് ഐറ്റംസിലേക്ക് പോകും. ഈ ഒരു സ്റ്റഡീസ് എന്താ പറയുക, ഈ ഫുഡ് ഇൻഡസ്ട്രീസൊക്കെ ഫണ്ട് ചെയ്താണ്ട് ഇറക്കിയ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് ആ ഒരു ടൈമിൽ. ഈ അനിമൽ ഫാറ്റുകൾ, അതായത് ബീഫെന്നും ഫാറ്റി ഫിഷെന്നും എഗ്ഗെന്നും മിൽക്കിൽ നിന്നൊക്കെ കിട്ടുന്ന സംഭവങ്ങൾ നാച്ചുറലാണ്, സ്റ്റേബിളാണ്, ന്യൂട്രിയൻ ഡെൻസ് ആണ്. അതിന് നമുക്ക് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ K2, വിറ്റാമിൻ ഇ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതും അതിൻ്റെ ഏറ്റവും ബയോ അവൈലബിൾ ഫോമിൽ. നിങ്ങൾക്ക് ഡോക്ടർ പോൾ സലാഡിനോനെ അറിയോ? ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. മൂപ്പർ എപ്പോഴും എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ് കൂടുതൽ ഫാറ്റി ഓർഗൻസും ഫാറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഫാറ്റിലും അതുപോലെ ഈ ഓർഗൻസിലും നല്ല ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഈ ഓർഗൻസിലൊക്കെ ഇത് ആക്ച്വലി ഒരു മൾട്ടി വൈറ്റമിൻ ഒക്കെ പോലെയാണ്. ഇപ്പോൾ ബീഫിൻ്റെ ലിവർ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാറ്റിൻ്റെ കേസിലല്ല, ഓർഗൻസിൻ്റെ കേസിൽ. അതുപോലെ മറ്റ് നല്ല രീതിയിൽ ഫാറ്റ് അടങ്ങിയ ഓർഗൻസൊക്കെ നമ്മുടെ ഹോർമോൺ ഹെൽത്തിനാണെങ്കിലും നമ്മുടെ ബോഡീൻ്റെ ഫംഗ്ഷൻ ആണെങ്കിലും നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ ഒരുപാട് ന്യൂട്രിയൻസ് കൊടുക്കുന്ന സംഭവമാണ്. എന്നാൽ അതേസമയം നമ്മളെ സീഡ് ഓയിലുകൾ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലുകൾ നമ്മുടെ പരസ്യത്തിലൊക്കെ നമ്മുടെ ഹേർട്ടിനൊക്കെ നല്ലതാണെന്നുള്ള കാണുന്ന രീതിയിൽ സാധനങ്ങളുണ്ടാവും. സൺഫ്ലവർ ഓയിൽ, സാഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ, അതേപോലെ കനോല ഓയിൽ, ഇങ്ങനത്തെ ഓയിലുകൾ ഇതൊക്കെ റിഫൈൻഡ് ഓയിലുകളാണ്. ഇത് ഹീറ്റ് ചെയ്താണ്, ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഹീറ്റ് ചെയ്താണ്ട് വരുന്ന സംഭവമാണ്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഓക്സിഡൈസ് ആവുന്നുണ്ട്. ഇത് omega-6, omega-3 അല്ല, നമുക്ക് വേണ്ട സംഭവമല്ല. omega-6ൻ്റെ അളവ് കൂട്ടുന്ന സംഭവമാണ്. നമ്മളെ ഡയബറ്റീസിലേക്കും ക്രോണിക് ഡിസീസിലേക്കും അതുപോലെ ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ നയിക്കുന്ന ഐറ്റംസ് ഇവരാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളെ ഉള്ളിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ, കാരണം ഒരുവിധം ഈ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഇതിലാണ് കുക്ക് ചെയ്യുക. കാരണം എന്താ, ഈ സൺഫ്ലവർ ഓയിലൊക്കെ പൊരിച്ച് കഴിഞ്ഞാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. നമ്മളെ എണ്ണക്കടികൾ, നമ്മളിപ്പോൾ ഈവനിങ് സ്നാക്സ് കഴിക്കാൻ പോകുമല്ലോ, ഇതിലൊട്ടുമിക്ക ആൾക്കാരും കഴിക്കുന്നുണ്ടാവും. വൈകുന്നേരം ചായ കഴിക്കാൻ പോകുന്ന പരിപാടി ഉണ്ടാവും. അപ്പോൾ ഈവനിങ് സ്നാക്സ് കഴിക്കാൻ പോകുമ്പോൾ അതൊക്കെ ഓവറായി തിന്നുമ്പോൾ 3-4 കടികളൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ, അതുപോലെ നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കനും, ഞാൻ അൽഫാമിൻ്റെ കേസ് എന്നല്ല പറയുന്നത്, നല്ല മുക്കി പൊരിച്ച സാധനങ്ങളുണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലായിരിക്കും കൂടുതലും. ഈ സീഡ് ഓയിൽ കൂടുതലെന്നല്ല, ഈ സീഡ് ഓയിലായിരിക്കും ഉണ്ടാക്കുക. അതാണ് ആ ടേസ്റ്റും കിട്ടുക. അതായിരിക്കും വെളിച്ചെണ്ണയെക്കാട്ടും സുഖവും ചീപ്പും. പിന്നെ ബീഫ് റോസ്റ്റൊക്കെ അധികം ആൾക്കാരും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, കാരണം നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ്ട്. പക്ഷേ ഈ ഫ്രൈ ചെയ്യുന്ന സംഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ തട്ടുകടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നെയ്ച്ചോറും ബീഫും കഴിക്കാൻ പോകുമല്ലോ, അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ വലിയ പാത്രത്തിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യാനുണ്ടല്ലോ, അതന്നെ ഒരു വട്ടം ഉപയോഗിച്ച ഓയിലൊന്നാവില്ല, എത്രയോ വട്ടം ഉപയോഗിക്കേണ്ടാവും ആ ഓയിൽ. സോ ജസ്റ്റ് ബി കെയർഫുൾ ആ ഒരു സംഭവത്തെക്കുറിച്ച്. ഇപ്പോൾ ഈ പഴയ ട്രൈബുകൾ ഉണ്ടല്ലോ ഇപ്പോഴുള്ള, ഈ മസായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഇവരൊക്കെ മെയിൻ ഡയറ്റ്, കൾച്ചറലായിട്ട് വരുന്ന ഫോളോ ചെയ്ത് വരുന്ന ഡയറ്റ് എന്നൊക്കെ പറയുന്നത് കൂടുതലും അനിമൽ മീറ്റുകളായിരിക്കും. ഒരു കാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ എങ്ങനെ ആയിരിക്കും, നമ്മൾ കൂടുതലും ഇതേപോലത്തെ ഫാസ്റ്റ് ഫുഡ്സ് ഒന്നും ഉണ്ടാകില്ലല്ലോ, നമ്മൾ ഹണ്ട് ചെയ്താണ്ട് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ നമുക്കുള്ള ഫ്രൂട്ട്സ്, അതുപോലെ നമുക്ക് കിട്ടുന്ന മിൽക്ക്, അതുപോലെ നമുക്ക് കിട്ടുന്ന എഗ്ഗ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നവർക്ക് അന്നത്തെ സ്റ്റഡീസ് പ്രകാരം, 70s 80s സ്റ്റഡീസ് പ്രകാരം ഈ ഫാറ്റും അനിമലിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ്, ബീഫിലൊക്കെ ഉള്ള ഫാറ്റ്, അതുപോലെ എഗ്ഗിൽ നിന്നൊക്കെ വരുന്ന ഫാറ്റ്, അതുപോലെയുള്ള കൊളസ്ട്രോൾ ആണ് ഹെർട്ട് ഡിസീസും കാര്യങ്ങളും ഡയബറ്റീസൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചു പോകുന്ന ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോഴും ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരും കാട്ടും എത്രയോ 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 കുറവാണ് ഈ ഒരു സംഭവം. വളരെ റയറാണ് ഒബിസിറ്റി, ഡയബറ്റീസ്, അതുപോലെ ഹെർട്ട് ഡിസീസ് ഇങ്ങനത്തത്. അത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ ഈ ഒരു റീസെൻ്റ് ഒരു 50-60 ഇയേഴ്സിൻ്റെ ബാക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കേരളത്തിലൊക്കെ കുറച്ചുകൂടി നമ്മൾ വെസ്റ്റിനെക്കാട്ടും കുറച്ചുകൂടി ലേറ്റ് ആണല്ലോ, ഡിലേഡ് ആണല്ലോ. അപ്പോൾ ഒരു 50-60 ഇയേഴ്സൊക്കെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ
നമ്മൾ വെൻ അവർ ഫുഡ് വാസ് കൂടുതലും വെജിറ്റേറിയൻ ഫുഡുകൾ, അതുപോലെ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മീറ്റ്, എഗ്ഗ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്ന ടൈമിൽ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഹെർട്ട് ഡിസീസിൻ്റെയും ഇപ്പോൾ സീഡ് ഓയിലുകൾ കാര്യങ്ങൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങിയപ്പോൾ, പ്രോസസ്ഡ് ഫുഡുകൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഹെർട്ട് ഡിസീസിൻ്റെയും അതുപോലെ ഡയബറ്റീസിൻ്റെ അളവിൻ്റെ മാറ്റം നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഈ കാട്ടിൽ നമ്മൾ ഹണ്ടർ ഗാദറേഴ്സ് ആയിരുന്ന സമയത്ത്, ഹണ്ട് ചെയ്ത് ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു മൃഗത്തിനെ ഹണ്ട് ചെയ്താണ്ട് നേരെ അതിൻ്റെ ഏറ്റവും ലീനായിട്ടുള്ള ഇറച്ചിയുള്ള ഭാഗത്തേക്കല്ല പോയിരുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ തൊടയിറച്ചി, ബീഫിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും മാനിൻ്റെ ആയിക്കോട്ടെ, ഏതൊരു മൃഗത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു ഏറ്റവും ലീനായിട്ടുള്ള പോർഷൻ, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാണ് തൊടയിറച്ചി എന്നുള്ളത്, അങ്ങനത്തെ പോർഷൻസിനല്ല ഒരു കൂടുതലും പോയിരുന്നത്. ഇൻസ്റ്റെഡ് ഓർഗൻസ്, മൃഗങ്ങളെ ഓർഗൻസ്, ബ്രെയിന്, ബോൺ മാരോ ഇങ്ങനെയൊക്കെയുള്ള ഹൈ ഫാറ്റുകൾ നിറഞ്ഞിട്ടുള്ള ഏരിയാസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. കാരണം എന്താ? കാരണം നമുക്കത് വേണം, അതിലാണ് ഏറ്റവും എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉള്ളത്. അതുപോലെ അതിൽ കാലറീസ് കൂടുതലുണ്ട്, നമുക്ക് എനർജി കിട്ടും കൂടുതൽ. അതുപോലെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, സിംഹങ്ങൾ, ലയൺസ് ഹണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രേനെ ഈറ്റ് ചെയ്യുമ്പോൾ അത് ആദ്യം പോകുന്നത് ഏത് ഭാഗത്തേക്കാണ്? ഇതുപോലെ തൊടയിറച്ചിക്കൊന്നല്ല, ഏറ്റവും കൂടുതൽ ഇറച്ചുള്ള പോർഷനല്ല, ഏറ്റവും കൂടുതൽ ഫാറ്റുള്ള പോർഷനാണ്. മൃഗത്തിൻ്റെ ആ ഒരു പ്രേൻ്റെ വയറിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആ സ്റ്റൊമക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ ഓർഗൻസ് ഉണ്ടാവുക, ഫാറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ന്യൂട്രീഷൻ പ്ലസ് ഇറ്റ് ഈസ് എനർജി. ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫുൾ കാർണിവോർ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ ആന്റണി ഷെഫി എന്ന് പറഞ്ഞാലുള്ള ആൾ. ഷെഫി എന്ന് പറഞ്ഞാൽ CHAFFEE, ആന്റണി ഷെഫി. അപ്പോൾ ഇയാൾ, അതുപോലെ ഡോക്ടർ പോൾ സലാഡിനോ, മൂപ്പര് ആനിമൽ ബേസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണ്. അതുപോലെ വാട്ട് ഐ ഹാവ് ലേൺഡ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. അപ്പോൾ ഈ ചാനലിൽ പോയി കഴിഞ്ഞാൽ മീറ്റിൻ്റെ പ്രാധാന്യം കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ശരിക്കും ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഈസ് ഫാറ്റ് ഈസ് ആക്ച്വലി അൺഹെൽത്തി, അല്ലെങ്കിൽ മീറ്റ് കഴിക്കുന്നത് അല്ലെങ്കിൽ കൊളസ്ട്രോളൊക്കെ അൺഹെൽത്തി ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ആൻഡ്രൂ ഹ്യൂബർമാൻ, ഇതേപോലെ ആന്റണി ഷെഫി, അതേപോലെ പോൾ സലാഡിനോ, അങ്ങനെ ഡോക്ടർമാരോ അല്ലെങ്കിൽ PhD എടുത്ത ആൾക്കാർ ഇതൊക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്താവും, അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വൽ ട്രൂത്ത് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഈ പോൾ സലാഡിനോ കാർണിവോർ ഡയറ്റിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ മൂപ്പര് ഫോളോ ചെയ്യുന്നത് ആനിമൽ ബേസ്ഡ് ആണ്. നോർമൽ ഡയറ്റിൽ നിന്ന് നേരെ കാർണിവോർക്കാണ് പോയിരുന്നത്. അങ്ങനെ കാർണിവോർ എന്ന് പറഞ്ഞാൽ മീറ്റും അതുപോലെ ഫാറ്റും ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട്, അത് വെച്ചാണ് മൂപ്പർക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടായിരുന്നു, അത് ക്യൂർ ചെയ്തു. ഈ പല ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും ട്രിഗർ ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഫുഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെറൈറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് കഴിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ, കാർണിവോറിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ മൂപ്പര് അത് ക്യൂർ ചെയ്യാൻ, മൂപ്പർക്ക് ആ ഡിസീസ് ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട് മീറ്റും ഇതിലേക്കും മാറിയതിന് ശേഷം കാർണിവോർ ഡയറ്റിലേക്കും അനിമൽ ബേസ്ഡ് ഡയറ്റിലേക്ക് മാറിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത ആൾക്കാരുണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മളെ ഹോർമോണിൻ്റെയും ബ്രെയിനിൻ്റെയും ഒക്കെ ഫംഗ്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഹൈലി ന്യൂട്രീഷ്യസ് ആണെന്നുണ്ടെങ്കിൽ omega-6 നമുക്ക് ഓവറായി കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ആരെങ്കിലും പറയുകയാണ് നിങ്ങളോട് ഈറ്റിംഗ് ഫാറ്റ് വിൽ മേക്ക് യു അൺഹെൽത്തി, അപ്പോൾ അവരോട് പറയുന്നത് അനിമൽസിൽ നിന്ന് കിട്ടുന്ന നാച്ചുറലായിട്ട് കിട്ടുന്ന ഫാറ്റുകൾ, ഇപ്പോൾ ഈ മിൽക്കിൽ നിന്ന് കിട്ടുന്ന ബട്ടർ, ഗീ, അതുപോലെ ബീഫ്, എഗ്ഗ്, ഫിഷ്, ഇതിൽ നിന്നൊക്കെ വരുന്ന ഫാറ്റി ഫിഷിൽ നിന്നൊക്കെ കിട്ടുന്ന ഫാറ്റ്, ഇതൊക്കെ നാച്ചുറലായിട്ട് വരുന്ന ഫാറ്റുകൾ നല്ലതാണ്. അതേസമയം നമ്മൾ റിഫൈൻഡ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈം ഈറ്റ് ചെയ്തുകൊണ്ടൊക്കെ വരുന്ന omega-6 റിച്ച് ആയിട്ടുള്ള ഫാറ്റുകൾ, ഈ സംഭവങ്ങൾ, സീഡ് ഓയിൽസും കാര്യങ്ങളൊക്കെ, ഇതാണ് ആക്ച്വലി അൺഹെൽത്തി. അപ്പോൾ കാലറീസ്, ഫാറ്റിൻ്റെ കേസിൽ നമുക്ക് ഫാറ്റ് കയറുമോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാറ്റ് കഴിച്ചുകൊണ്ടല്ല, ബട്ട് കാലറീസിൻ്റെ നോക്കിയാണ്ടാണ്. നമ്മൾ എക്സസൈസ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും, ഫാറ്റായി സ്റ്റോർ ചെയ്യാനുള്ള ചാൻസ് കൂടും. പിന്നെ കാർബിൻ്റെയും പ്രോട്ടീനും മാതിരിയല്ല, അത് വേറെ യൂസുകളുണ്ട്. ആനിമൽ ഫാറ്റ്സ് ഗുഡ്, സീഡ് ഓയിൽസ് നോട്ട് സോ മച്ച്. ഫാറ്റ് കയറുമോ എന്നുള്ളത്, നമ്മുടെ ശരീരത്തേക്ക് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുമോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാറ്റ് കഴിക്കുന്നതല്ല, ബട്ട് കാലറീസ് ആണ്. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നല്ല പ്രാധാന്യം കൊടുത്തൊരു സംഭവമാണ് ഫാറ്റ്. അതുപോലെ സിംഹം, ലയൺ പ്രാധാന്യം കൊടുക്കുന്ന സംഭവമാണ് ഫാറ്റ്. അപ്പോൾ ഇങ്ങനത്തെ നോ BS ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ കൂടുതൽ എൻ്റെ ചാനലിൽ ഇടൽ, ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ, കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ അതിന് കുറേ ആൾക്കാരെന്നല്ല 99% അതിന് നെഗറ്റീവ് കമൻസ് ആണ് വന്നത്. എന്ത് പറഞ്ഞാണ്ട് ഞങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, വെറുതെ ജസ്റ്റ് ഒരു മോട്ടിവേഷന് വേണ്ടി എന്തിനാണ് ഇത്രയും പ്രൈസ് കൊടുക്കുകയെന്നൊക്കെ. പക്ഷെ ഞാൻ ആക്ച്വലി ഇന്നെ കുറിച്ചല്ല ചിന്തിച്ചത്, നിങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. അതായത് ഓൾറെഡി ആ പ്ലാറ്റ്ഫോമിന് നല്ല ചാർജ് ഉണ്ട്, അത് പോട്ടെ. അതല്ലാതെ വേറെ ക്രിയേറ്റേഴ്സിൻ്റെ ഒരുപാട്, നമ്മൾ ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് പോലും ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പല ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, പല ഡോക്ടേഴ്സ് ഉണ്ടാവും, ഏത്
ഫീൽഡിലാണെങ്കിൽ എക്സ്പേർട്ടുകൾ ഉണ്ടാവും, കോച്ചുകൾ ഉണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചാൽ എനിക്ക് റിപ്ലൈ കിട്ടാം. അതുപോലെ നമ്മളെല്ലാവരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫീ ഉപയോഗിച്ചാണ് എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അങ്ങനെ പല ക്രിയേറ്റേഴ്സിൻ്റെയും കണ്ടന്റുകൾ യൂട്യൂബിലൊന്നും കിട്ടാത്ത പ്രീമിയം എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊക്കെ ഒരു ഉദ്ദേശത്തിലാണ്. അതുപോലെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ജീവിതത്തിൽ ശരിക്കും ഉപകാരമുള്ള ലൈഫ് സ്കിൽസുകളൊക്കെ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആൾക്കാരെ ലൈവ് Q&A, അതായത് അങ്ങനത്തെ ആൾക്കാർ കൊടുത്തിട്ട് ഒരു ലൈവ് സൂം മീറ്റോ ഗൂഗിൾ മീറ്റൊക്കെ വെച്ചാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 1 hour സെഷനോ അങ്ങനത്തെ സെഷൻസൊക്കെ വെക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയത്. അപ്പോൾ ഇതിൽ ആൾക്കാരുടെ ഒരു വിചാരം പറയുന്നത് ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ എന്നാണ്. അതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ സംഭവങ്ങളുണ്ട്. ഇഫ് യു ക്യാൻ അഫോർഡ്, check that out. Link is in description. I hope this is helpful for you guys. See you in the next video.